കുഞ്ഞിക്കുരുവിയുടെ ധീരത. ഒരിക്കൽ മനോഹരമായ ഒരു വനത്തിൽ സ്പാർക്കി എന്ന ഒരു കുഞ്ഞു കുരുവി താമസിച്ചിരുന്നു. സ്പാർക്കി ചെറുതാണെങ്കിലും അവൻ വലിയ ഹൃദയത്തിന്റെ ഉടമയായിരുന്നു. അവൻ തന്റെ കുടുംബത്തോടൊപ്പം ഉയരമുള്ള ഒരു മരത്തിലെ സുഖപ്രദമായ കൂടിൽ താമസിച്ചു. പെർസി എന്ന അഹങ്കാരിയായ മയിലും ഒല്ലി എന്ന ജ്ഞാനിയായ മൂങ്ങയും ഉൾപ്പെടെ നിരവധി മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായിരുന്നു ഈ വനം. നല്ല വെയിലുള്ള ഒരു ദിവസം കാട്ടിൽ കൊടുങ്കാറ്റ് അടിച്ചു. ശക്തമായ മഴ പെയ്തു. കാട്ടിൽ നിരവധി കുഴപ്പമുണ്ടായി. മൃഗങ്ങളും പക്ഷികളും ഭയന്നുവിറച്ചു. അവർ അവിടെയും ഇവിടെയും അഭയം തേടി അലഞ്ഞു. കൊടുങ്കാറ്റ് കടന്നുപോയതിനു ശേഷം വനം താറുമാറായി. എല്ലായിടത്തും മരക്കൊമ്പുകളും ചിതറിക്കിടക്കുന്ന ഇലകളും മാത്രം. സ്പാർക്കി തന്റെ സുഹൃത്തുക്കളെ തിരഞ്ഞു ചുറ്റും പറന്നപ്പോൾ ബെല്ല എന്നു പേരുള്ള ഒരു ചെറിയ ചിത്രശലഭം ഒരു മരക്കൊമ്പിൽ കുടുങ്ങിക്കിടക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. ബെല്ലയുടെ അതിലോലമായ ചിറകുകൾ മരച്ചില്ലയിൽ കുടുങ്ങിയതിനാൽ അവൾക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. സ്പാർക്കി ഉടൻ തന്നെ അവളുടെ അടുത്തേക്ക് പറന്നു മരച്ചില്ല ഉയർത്താൻ ശ്രമിച്ചു. പക്ഷേ ഭാരം കാരണം അത് അവന് കഴിഞ്ഞില്ല. എനിക്ക് ഇത് ഒറ്റയ്ക്ക് നീക്കാൻ കഴിയില്ല, സ്പാർക്കി ചിന്തിച്ചു. എനിക്ക് ആരുടെയെങ്കിലും സഹായം ആവശ്യമുണ്ട്. സ്പാർക്കി പെട്ടെന്ന് തന്നെ തന്റെ മനോഹരമായ തൂവലുകളിൽ അഹങ്കരിക്കുന്ന പെർസിയുടെ അടുത്തേക്ക് പറന്നു. പെർസി, ബെല്ല ഒരു മരച്ചില്ലയുടെ അടിയിൽ കുടുങ്ങിയിരിക്കുന്നു. അത് ഉയർത്താൻ എന്നെ സഹായിക്കാമോ? സ്പാർക്കി ചോദിച്ചു. പെർസി തന്റെ തൂവലുകളിലേക്ക് നോക്കി മറുപടി പറഞ്ഞു. ക്ഷമിക്കണം സ്പാർക്കി, എന്റെ തൂവലുകളിൽ വൃത്തികേടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിരാശ തോന്നിയ സ്പാർക്കി ഉയർന്ന മരക്കൊമ്പിൽ ഇരിക്കുന്ന ബുദ്ധിമാനായ ഒല്ലിയുടെ അടുത്തേക്ക് പറന്നു. ഒല്ലി, ബെല്ല ഒരു മരച്ചില്ലയുടെ അടിയിൽ കുടുങ്ങിയിരിക്കുന്നു. അത് ഉയർത്താൻ എന്നെ സഹായിക്കാമോ? സ്പാർക്കി ചോദിച്ചു. ഒല്ലി സാവകാശം പറഞ്ഞു. എനിക്ക് പ്രായമായി, പഴയതുപോലെ ആരോഗ്യമില്ല സ്പാർക്കി, പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഉപദേശം നൽകാം. ഒരുമിച്ച് പ്രവർത്തിക്കാൻ തയ്യാറുള്ളവരെ ആരെയെങ്കിലും കണ്ടെത്തൂ. സ്പാർക്കി ഒല്ലിക്ക് നന്ദി പറഞ്ഞു. മറ്റാരെ സഹായിക്കാൻ കണ്ടെത്തുമെന്ന് ചിന്തിച്ചു. പെട്ടെന്ന് സമീപത്ത് ഒരു കൂട്ടം ചെറിയ മൃഗങ്ങളെ അവൻ ശ്രദ്ധിച്ചു. സാമി എന്നു പേരുള്ള ഒരു അണ്ണാൻ, റോസി എന്നു പേരുള്ള ഒരു മുയൽ, ഹാരി എന്നു പേരുള്ള ഒരു മുള്ളൻപന്നി. സ്പാർക്കി അവരുടെ അടുത്തേക്ക് പറന്ന് ബെല്ലയുടെ വിഷമാവസ്ഥ വിശദീകരിച്ചു. തീർച്ചയായും ഞങ്ങൾ സഹായിക്കും, സാമി പറഞ്ഞു. റോസിയും ഹാരിയും സമ്മതത്തോടെ തലയാട്ടി. മൃഗങ്ങളുടെ ചെറിയ സംഘം ബെല്ല കുടുങ്ങിയ സ്ഥലത്തേക്ക് കുതിച്ചു. സ്പാർക്കിയുടെ നേതൃത്വത്തിൽ അവരെല്ലാവരും ചേർന്ന് ഭാരമേറിയ മരച്ചില്ല ഉയർത്തി. ഇത് കഠിനാധ്വാനമായിരുന്നു, പക്ഷേ എല്ലാവരുടെയും പരിശ്രമം ഒത്തുചേർന്നപ്പോൾ ബെല്ലയെ മോചിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. ബെല്ല നന്ദിയോടെ ചിറകടിച്ചു. നന്ദി സ്പാർക്കി. എല്ലാവർക്കും നന്ദി. ഇനിയൊരിക്കലും ഞാൻ സ്വതന്ത്രനാകില്ലെന്നാണ് കരുതിയത്. ബെല്ലയെ സഹായിച്ചതിൽ നിന്ന് സ്പാർക്കിക്കും അവന്റെ സുഹൃത്തുക്കൾക്കും സന്തോഷത്തിന്റെ ഊഷ്മളമായ തിളക്കം അനുഭവപ്പെട്ടു. ഒറ്റക്കെട്ടായി എത്ര ചെറുതാണെങ്കിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന് അവർ തിരിച്ചറിഞ്ഞു. കൂട്ടായ പ്രവർത്തനത്തിനും ദയയ്ക്കും ഏത് വെല്ലുവിളിയും തരണം ചെയ്യാൻ കഴിയുമെന്നറിഞ്ഞുകൊണ്ട് അന്നുമുതൽ കാട്ടിലെ മൃഗങ്ങളും പക്ഷികളും പരസ്പരം സഹായിച്ചു. കഥയുടെ ഗുണപാഠം: കൂട്ടായ പ്രവർത്തനവും സഹകരണവും ശക്തമാണ്. പരസ്പരം സഹായിക്കുന്നതിലൂടെ നമുക്ക് വലിയ കാര്യങ്ങൾ നേടാനും ലോകത്തെ മികച്ചതാക്കി മാറ്റാനും കഴിയും. Thanks for watching. Please subscribe and support.